ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പട്ടണത്തിൽ രാജാതിരാജാവും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ ഉയർത്തുവാൻ നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഈ പട്ടണത്തെ നോക്കി എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെട്ടതുപോലെ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വാക്ക് കേൾക്കൂ. Hear, O dry bones, the word of the Lord. ഇന്ന് കോഴഞ്ചേരിയിൽ പട്ടണത്തിൽ ദൈവം നമ്മെ അയച്ച ഈ പട്ടണത്തോട് നാം ദൈവത്തിന്റെ ദൂത ആത്മമണ്ഡലങ്ങളോട് നാം പറയുക. Hear the word of the Lord, people of Korancheri, and every ruling spirits of Korancheri. Hear the word of the Lord. യഹോവയുടെ വാക്ക് കേൾത്തുകൊള്ളുവിൻ. Oh, hallelujah. സുരേഷ് മുമ്പോട്ട് വന്ന് ഈ പട്ടണത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ പട്ടണത്തിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, വലിയ ആത്മ പ്രവർത്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുമാറാക്കിയ ഒരു വലിയ സൈന്യം, ഒരു മഹാസൈന്യമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ പട്ടണത്തിന്മേൽ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം നാം ബ്ലെസ് കോഴഞ്ചേരി എന്ന് പറഞ്ഞ് നാം മീറ്റിംഗുകൾ വെക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ആ പട്ടണത്തിന്റെ ആത്മവെള്ളം തുറക്കുവാൻ, അവിടെ വാഴുന്ന എല്ലാ വാഴ്ചകളുടെ ആധിപത്യം തകരുവാൻ, അവസാനിക്കുവാൻ, ആത്മവെള്ളത്തിൽ കർത്താവിന്റെ നാമം, യേശുവിന്റെ നാമം പ്രബലപ്പെടുവാൻ, ഈ പട്ടണം ദൈവത്തെ അറിയുവാൻ, യേശുവിനെ അറിയുവാൻ, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വീണ്ടും അപ്പാ ഞങ്ങൾ ഈ പട്ടണത്തെ കോഴഞ്ചേരിയെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. Amen. Yes, Lord. അങ്ങ് വർഷങ്ങളായി വിത്ത് വിതച്ച സ്ഥലം, ഉണങ്ങിക്കിടക്കുന്ന വിത്തുകൾ. Thank you, Father. ഓ, അടങ്ങിയിരിക്കുന്ന വിത്തുകൾ. എന്നാൽ കർത്താവേ, ആ പിന്മഴയുടെ സമയമായ യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കോഴഞ്ചേരി പട്ടണത്തെയും അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഓ യേശുവിന്റെ നാമത്തിൽ ജീവൻ വരട്ടെ, ജീവൻ വരട്ടെ, ജീവൻ വരട്ടെ. We decree and declare, oh hallelujah, യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തികളോട്, oh we come against the powers, we come against those powers. യേശുവിന്റെ നാമത്തിൽ ഈ ദേശം യേശുവിന്റേതാ. ഹല്ലേലൂയ. വർഷങ്ങളായി മാരാമണ്ണിൽ നിന്നും മറ്റ് ഉപദേശങ്ങളിൽ കൂടിയും മീറ്റിങ്ങുകളിൽ കൂടിയും ദൈവവചനം വിതച്ച് അധികമായി കേട്ട് അപ്പ ഇരിക്കുന്ന സ്ഥലം യേശുവിന്റെ നാമത്തിൽ ഉണരുക. പിന്നോട്ട് വലിക്കുന്ന സകല ശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. എല്ലാ റിലീജിയസ് സ്പിരിറ്റും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, the revival, the wind of revival, യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തേക്ക് ആ കാറ്റ് വീശട്ടെ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ മഴ അയക്കണം, അങ്ങയുടെ മഴ ഈ ദേശത്തേക്ക് സ്വാതന്ത്ര്യത്തിന്റെ. ഹല്ലേലൂയ. എല്ലാ അടിമത്തത്തിന്റെ ചങ്ങലകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. റിലീജിയസ് അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ, മയക്കുമരുന്നുകളുടെ ചങ്ങലകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ. എല്ലാ വിക്കഡ്നെസിന്റെയും ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ ദേശം അങ്ങയുടേതാ. We claim, യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ യേശുവിന് വേണ്ടി ഉണരുക. ഓ, തീ കത്തട്ടെ, തീ ഇറങ്ങട്ടെ, യേശുവിന്റെ തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. നന്ദി പപ്പ, അങ്ങ് കാറ്റിനെ ഈ ദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടി സ്തോത്രം. യങ്സ്റ്റേഴ്സിനെ ക്ലെയിം ചെയ്യുന്നപ്പ, ചുറ്റുമുള്ള സ്കൂളുകളിലും കോളേജിലുമുള്ള ഹല്ലേലൂയ യങ്സ്റ്റേഴ്സിനെ യേശുവിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നപ്പ, ഹല്ലേലൂയ. അവരെ അടക്കി വാഴുന്ന, ഓ ഹല്ലേലൂയ, വേൾഡിനെസ്, അവരെ അടക്കി വാഴുന്ന അന്ധകാരത്തിന്റെ ശക്തികളിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, ആ ഉണർവിന്റെ കാറ്റ് അങ്ങ് അയക്കുന്നതിന് നന്ദി പപ്പ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ.
Amen, amen. Hallelujah. 24-ാമത്തെ സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. Hallelujah. ഈ പട്ടണത്തിലേക്ക് ദൈവം നമ്മെ അയച്ചപ്പോൾ ഈ പട്ടണത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിന്മേൽ, ആത്മതലത്തിന്മേൽ, Hallelujah, ദൈവത്തിന്റെ അധികാരത്തെ, ദൈവത്തിന്റെ ആധിപത്യത്തെ, ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാൻ ദൈവം നമുക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ്. God is giving us a great opportunity. Amen. Hallelujah. 24-ാമത്തെ സങ്കീർത്തനം നമുക്ക് ഒന്ന് വായിക്കാം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. ആ കാര്യങ്ങൾ നമുക്ക് ഉയർത്തി പറയാം. കോഴഞ്ചേരിയും അതിന്റെ പൂർണ്ണതയും കോഴഞ്ചേരിയും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ആ കാര്യം ഉയർത്തി നമുക്കൊന്ന് ഒന്ന് ഉറക്കെ പറയാം. യഹോവയ്ക്കുള്ളതാകുന്നു. The people of Korancheri and everything that is in Korancheri, hear the word of the Lord. Hallelujah. We have come to declare and take it back to our King. ഞങ്ങളുടെ രാജാവിനെ തിരിച്ചെടുക്കുവാൻ, തിരിച്ചു വിളിക്കുവാൻ കോഴഞ്ചേരി പട്ടണമേ ഞങ്ങൾ വന്നിരിക്കുക. We have come. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായ the sons of God, we have come to take this land for Jesus. വീണ്ടും നമുക്കൊന്ന് ഉയർത്തി പറയാം. Hallelujah. കോഴഞ്ചേരിയും അതിന്റെ നിവാസികളും അതിന്റെ പൂർണ്ണതയും അക്കരകളെ വീശി പറയാം. യഹോവയ്ക്കുള്ളതാകുന്നു. പറയാം. കോഴഞ്ചേരിയും അതിന്റെ പൂർണ്ണതയും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. പകൽക്കാലം ഒരു മിറക്കിൾ സർവീസിന് വേണ്ടി മാത്രമല്ല നാം ഈ പട്ടണത്തിലേക്ക് വന്നത്. ഇവിടെ ഒരു ഓൾട്ടർ സ്തോത്രം 2008-9 വർഷങ്ങളിൽ ഞങ്ങള് തമിഴ്നാട്ടിലായിരുന്നു. ഒരു വർഷത്തേക്ക് ഇവിടെ നിന്ന് വന്ന് കുടുംബത്തോടുള്ള ബന്ധത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണമെന്ന് ഒരു ആഗ്രഹത്തോടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 2008 ആ സമയങ്ങളിൽ പോയാൽ ഹോസ്പിറ്റൽ സർജനായി വർക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ചെങ്ങന്നൂരിൽ ഒരു ചെറിയ കൂട്ടമുണ്ട്. അവിടെ നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ആത്മീയമായി സഹായിച്ച് ശുശ്രൂഷിച്ചൊക്കെ ഒരു വർഷത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത് ഞങ്ങൾ വന്നതാ. അടുത്ത നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു ലോഞ്ച്. ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് വെള്ളിയാഴ്ചകളിൽ കുറച്ചുപേര് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് അങ്ങനെ ഹേമിച്ചു. അങ്ങനെ ഒരു കൃപ തന്നു, അങ്ങനെ ഒരു ആത്മഭാരം തന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് രാത്രികളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എവറി ഫ്രൈഡേ നൈറ്റ് 7 മണി 8 മണി ആകുമ്പോൾ ഞങ്ങൾ വരും. അത് ആദ്യം 10 മണി 11 മണി വരെ പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 11 മണി വരെ പ്രാർത്ഥിച്ചത് പോരാ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ 12 1 മണി വരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ചില സമയങ്ങൾ 3 മണി 4 മണി വെളുപ്പിന് വരെ പ്രാർത്ഥിച്ച് ആത്മഭാരത്തോട് കരഞ്ഞ് ഹൃദയത്തിന്റെ സ്തോത്രം പരമാർത്ഥതയോട് സ്തോത്രം ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ വലിയ പകർച്ചകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അന്ന് കോഴഞ്ചേരി പട്ടണത്തിന് വേണ്ടി മാത്രമല്ല, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച, ഉണർവ്, റിവൈവൽ, ദൈവത്തിന്റെ പ്രവൃത്തികൾ, ജനം കൂട്ടമായി മാനസാന്തരപ്പെടുന്നത്, ദൈവശക്തിയുടെ ആഴങ്ങൾ വെളിപ്പെടണമേ എന്ന് പറഞ്ഞ് രാത്രികളിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഓർക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രസവ വേദന അനുഭവിക്കുന്നത് പോലെ ആത്മാവിന്റെ ഒരു ഞെരുക്കം, ദ ഗ്രോണിംഗ് ഇൻ ദ സ്പിരിറ്റ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ ഇറ്റ് വാസ് ഡീപ് ഗ്രോണിംഗ്. അതൊന്ന് പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു എന്നല്ല. ഒരു പ്രസവ വേദന ലഭിച്ച ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കാതെ ആ വേദന പോകാത്തതുപോലെ സ്തോത്രം മുറയിടുന്നത് പോലെ 2 മണി 3 മണിയൊക്കെ ഓർക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ആത്മ പകർച്ച ഉണ്ടായി. അങ്ങനെയാണ് അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് അതൊരു കൂട്ടായ്മയിൽ നിന്നൊരു സഭയായത്. സ്തോത്രം. ഇവിടെയായിരുന്നു അതിന്റെ ആരും. അത് കഴിഞ്ഞ് 2009 ആയപ്പോഴത്തേക്ക് ചെങ്ങന്നൂരിലേക്ക് ഞങ്ങള് കുടുംബമായി ഞങ്ങൾ അങ്ങോട്ട് പോകുകയായിരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് നോക്കി കഴിഞ്ഞ വർഷം നമുക്കൊരു ബ്ലെസ് കോഴഞ്ചേരി ചെയ്യുവാൻ ആഗ്രഹിച്ചു. നമ്മളിവിടെ ആഗ്രഹിച്ചു, ചെയ്തു. പ്രൈസ് ഗോഡ്. ഇത് കോട്ടയത്തേക്കായിരുന്നു ഈ മീറ്റിംഗ് പോകേണ്ടത്. അവിടെ കുറച്ച് സാങ്കേതിക തടസ്സം കാരണമാണ് പെട്ടെന്ന് ഈ മാസം തന്നെ, ജാനുവരി ആരംഭ മാസം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഒരു തീരുമാനമെടുത്തത്. ഇന്നിപ്പം എത്ര പേര് ഇന്ന് മീറ്റിംഗിനുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രസക്തി ഇല്ല. ഹല്ലേലൂയ. ആൾക്കാർ വരണം, ബ്ലെസ്ഡ് ആകണം, വന്നാൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് റെക്കോർഡിംഗ് ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷകൾ ഈ മുറിയിൽ ഒതുങ്ങി നിൽക്കുകയില്ല, ഇത് രാജ്യങ്ങളിലേക്ക് പോകും. സ്തോത്രം. ഈ മുറിയിൽ ചിലപ്പോൾ ഒരു 50, 100, 200, 300 ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റുമായിരിക്കും എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇത് 200, 300 ആൾക്കാരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ശുശ്രൂഷയല്ല. മീഡിയയിലൂടെ, ഡിജിറ്റൽ മീഡിയയിലൂടെ, ഡിജിറ്റൽ ഇവാഞ്ചലിസത്തിലൂടെ ഇത് ലോക രാജ്യങ്ങളിലേക്ക് ഈ മെസ്സേജ് കാനഡയിൽ ഒരു വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു
പാസ്റ്റർ ഒത്തിരി മെസ്സേജസ് UK പറയും, പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ അവർ ഫയറായി, അവർക്ക് സ്തോത്രം പ്രവർത്തിക്കുവാൻ അവിടെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിവൈവൽ മെസ്സേജ് കേൾക്കുന്നത്. അപ്പോൾ തന്നെ കേൾക്കുന്ന മെസ്സേജ് അവരെന്ത് ചെയ്യും? അവരെ സ്പർശിച്ച് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരുടെ അടുക്കള മുറിയിൽ സ്ലൈനായി പോകുന്ന അനുഭവങ്ങൾ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. അപ്പോൾ ജനുവരി 2025 ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ അർത്ഥം കോഴഞ്ചേരി പട്ടണത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നാം ഇവിടെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ ഇവിടെ സംഭവിച്ച? ആത്മതലത്തിൽ ഒത്തിരി കാര്യങ്ങൾ, ദർശനങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകൾ തുറന്നു വന്ന് ആത്മദർശനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ അന്ത്യനാളുകൾ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആത്മപകർച്ച ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിലും വെള്ളിയാഴ്ചകളിലും അതല്ലാതെ ഓൾട്ടർ സർവീസിൽ നമ്മൾ എല്ലാ ദിവസവും ചെങ്ങന്നൂരിൽ നമ്മൾ രാവിലെ മീറ്റ് ചെയ്യും പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ. ഇടയ്ക്ക് കയറി വന്നപ്പോൾ ഞാൻ കേൾക്കുന്ന വീണ്ടും വീണ്ടും കേൾക്കുന്ന പുതുവീഞ്ഞ് പകരുകയാണ്, ജീവിതങ്ങളിലേക്ക് പുതുവീഞ്ഞ് പകരുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ പോലെ പുതുവീഞ്ഞ് പകരുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമ്മൾ എന്ത് ചെയ്യും? നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഉണർവിനെ അയക്കണമേ, അങ്ങയുടെ റൂഹ കാറ്റിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ പുതിയ വീഞ്ഞ് പകരണമേ. ഹല്ലേലൂയ, ആമേൻ. സെക്രയാവിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. The book of Zechariah chapter 10 verse 1 and 2. Yes. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പീൻ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവിൻ. In the days of the latter rain ask the Lord for latter rain. സെക്രയാ പ്രവാചകൻ ദൈവമക്കളോട് പറയാ, ഇസ്രായേൽ ജനത്തോട് പറയാ, പിന്മഴയുടെ കാലം. അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ട് ഇല്ലേ? മുൻമഴയുടെ കാലം, പിന്മഴയുടെ കാലം. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്പസ്വല്പമൊക്കെ നമുക്കറിയാമല്ലോ. ഇസ്രായേലിന്റെ അവിടുത്തെ കൃഷി നടക്കുന്നത്, അവിടുത്തെ ഹാർവെസ്റ്റ് നടക്കുന്നത്, അവർക്ക് വിളവുണ്ടാകുന്നത് മഴയെ ആശ്രയിച്ച. അവിടെ നദികളില്ല. അപ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യണം? അവർ ദൈവത്തിൽ ആശ്രയിക്കണം. തക്ക സമയത്ത് മുൻമഴ പെയ്താലേ അവർക്ക് വിതച്ച് അത് വളർന്ന് പിന്നെ ഒരു പിന്മഴ പെയ്യുമ്പോഴാണ് ആ നിലം, ആ വിളവ് അതിന്റെ പൂർണ്ണതയിൽ വന്ന് അത് കൊയ്തെടുക്കുവാൻ പറ്റുന്നത്. അപ്പോൾ മുൻമഴ പെയ്തില്ലെങ്കിൽ എന്താ? വിത്ത് വിതച്ചാൽ എല്ലാം ഉണങ്ങിപ്പോകും അല്ലെ? കൃഷി ഫെയിലായി, റിസൾട്ട് ഇല്ല. അപ്പോൾ ഉണങ്ങിപ്പോകും, വരൾച്ചയാകും, ക്ഷാമം വരും, ദാരിദ്ര്യമാണ്, പരിതാപകരമായ അവസ്ഥയാണ്. പക്ഷെ ദൈവം പറയുക, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മിസ്രൈമിലെ പോലെ നിങ്ങളുടെ കൈ കൊണ്ട് കാലുകൊണ്ട് ഇങ്ങനെ അടിച്ച് നൈൽ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവിടെ കൃഷി ചെയ്യുന്ന ഒരു സിസ്റ്റമല്ല. നിങ്ങളെ വാഗ്ദത്ത നാട്ടിൽ വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, എന്നോടുള്ള വിശ്വസ്തതയിൽ, എന്നോടുള്ള ആ ഒരു കൂറിൽ, എന്നോടുള്ള ആശ്രയത്തിൽ നിങ്ങൾ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ തക്ക കാലത്ത് നിങ്ങൾക്ക് എന്ത് തരും? മുൻമഴ പെയ്ച്ചു തരും. അപ്പോൾ മുൻമഴ പെയ്യുമ്പോഴത്തേക്ക് എന്താ? കൃഷിക്കാർക്ക്, ഇസ്രായേൽ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. വിത്ത് വിതയ്ക്കുമ്പോൾ അതിന് വെള്ളം നനച്ച് ആമേൻ ഒരു വിളവ് വരും. ആ പ്രത്യാശയിൽ അതിനെ അവർ സ്വീകരിക്കും. കുറച്ച് കഴിയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പിന്മഴയുടെ കാലം. ആമേൻ. അപ്പോൾ പ്രവാചകൻ ആത്മാവിൽ പറയുകയാണ്, എങ്ങനെ ഈ നിലത്തിനു വേണ്ടി, വിളവിന് വേണ്ടി മുൻമഴയും പിന്മഴയും ദൈവം അയക്കുന്നുവോ, അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു മുൻമഴയും ഒരു പിന്മഴയും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ മാളിക മുറിയിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ അതെന്തായിരുന്നു? അത് മുൻമഴയായിരുന്നു. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പേ 120 പേർ മാളിക മുറിയിൽ കൂടി അവർ ദൈവത്തെ സ്തുതിച്ചു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അതെന്തായിരുന്നു? അത് ആത്മാവിന്റെ, that was the early rain, ആത്മാവിന്റെ മുൻമഴയായിരുന്നു. അത് ദൈവസഭ എന്ത് ചെയ്തു? ജനിക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. നമ്മൾ വിത്ത് വിതയ്ക്കുന്ന പോലെ ഒരു ജനനം സംഭവിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഏത് കാലത്താണ്? പിന്മഴയുടെ കാലത്ത് ഇല്ലേ? അപ്പൊ കൃഷിക്ക് വേണ്ടി എങ്ങനെയാണ്? എല്ലാം കണക്റ്റഡ് ആണ്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, പിന്മഴയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആ സീസൺ നടക്കുമ്പോൾ ഹാർവെസ്റ്റിന്റെ സമയമാണ്. അപ്പോൾ അതിന്റെ മുമ്പിൽ ഒരു നല്ല മഴ പെയ്താലേ നല്ല ഒരു ഫലം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഫലത്തിന് നല്ലൊരു ഹാർവെസ്റ്റ് കിട്ടത്തില്ല. അത് ശോഷിച്ചിരിക്കുന്ന ഒരു ഹാർവെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ഒരു മഴ പെയ്തിറങ്ങിയാൽ ഭയങ്കര ഫലങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിരിക്കും. എത്ര പേര് ആത്മാവിൽ ഗ്രഹിക്കുന്നു? അതുപോലെ തന്നെ ഒരു വലിയ വിളവ് വേണമെങ്കിൽ എന്ത് വേണം? ആത്മാവിന്റെ പിന്മഴ വേണം. അതാണ് ഉണർവ്. വ്യത്യസ്തമായ പദങ്ങളിൽ നമ്മൾ അത് അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമുക്കത് വായിക്കാം. എന്താണ്? നാം പിന്മഴയ്ക്ക് വേണ്ടി ആ സീസണിൽ പ്രാർത്ഥിച്ചാൽ
യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നു. യഹോവ മിന്നൽ പിണരുണ്ടാക്കും. നാം പ്രാർത്ഥിച്ചാൽ, നാം ചോദിച്ചാൽ, നാം ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? മിന്നൽ പിണർ ആരുണ്ടാക്കും? ദൈവം ഉണ്ടാക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പിന്മഴ തരാമെന്ന് അത് അങ്ങയുടെ വാഗ്ദത്തമായതുകൊണ്ട് ഇത് അതിന്റെ സീസണാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപേക്ഷിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മൾ ആത്മാർത്ഥതയോടാണ് അതിനുവേണ്ടി ഒരു ആത്മഭാരമുണ്ട്, അതിനൊരു വില കൊടുക്കുന്നു. സാധാരണ പ്രാർത്ഥനകൾ സാധാരണ റിസൾട്ടുകൾ ഉണ്ടാക്കുമ്പോൾ, ഹല്ലേലൂയ, അസാധാരണ പ്രാർത്ഥനകൾ, എക്സ്ട്രാ ഓർഡിനറി പ്രാർത്ഥനകൾ, ഒരു പ്രസവ വേദന ലഭിച്ച ആത്മാവിന്റെ ആ ഞെരുക്കത്തിൽ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥനകൾ എന്താ ചെയ്യുന്ന? ഇതൊരു മിറക്കിൾ സർവീസ് ആണെങ്കിലും ഇന്ന് ആത്മാവിന്റെ ചില കാര്യങ്ങൾ ഈ പട്ടണത്തിൽ ആത്മാവിൽ നാം ഇവിടെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാണുക ആത്മമണ്ഡലം തുറന്നു. ആമേൻ. അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവ് ആത്മമഴ, പിന്മഴയുടെ കാലത്ത് പിന്മഴ ദൈവം പെയ്ച്ചു തരും. മിന്നൽ പിണറുകളെ ദൈവം ഉണ്ടാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനു വേണ്ടി, അവർ വയലിലെ ഏത് സസ്യത്തിനു വേണ്ടിയും മാരി പെയ്ച്ചു കൊടുക്കും. മാരി പെയ്ച്ചു കൊടുക്കും. ദൈവം എന്ത് ചെയ്യും? തക്ക സമയത്ത് പിന്മഴ പെയ്ച്ച്, ഹല്ലേലൂയ, മിന്നൽ പിണരുകൾ ഉണ്ടാക്കി സസ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല വിളവ് കിട്ടുവാൻ, ഹല്ലേലൂയ, ഒരു നല്ല ഹാർവസ്റ്റ് കിട്ടുവാൻ, പച്ചയായ ഒരു ഹാർവസ്റ്റ് കിട്ടാൻ. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ പ്രവാചകൻ പറയുകയാണ്, പിന്മഴയുടെ കാലത്ത് നിങ്ങൾ യഹോവയുടെ അപേക്ഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ പിന്മഴ പെയ്തു തുടങ്ങിയാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്, പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ആത്മാവിൽ സ്തോത്രം മുറ വിളിച്ചു, നാം ഉപവസിച്ചു, ദൈവസന്നിധിയിലേക്ക് വന്നു. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് ആ പിന്മഴ പെയ്ക്കുവാൻ തുടങ്ങും. മീൻമഴ പെയ്തു തുടങ്ങിയാൽ എന്ത് ചെയ്യണം? നാം എഴുന്നേറ്റ് അത് പ്രാപിക്കണം. ഞാൻ പറയുന്ന സീസണുകൾ സ്തോത്രം അടുത്ത ലെവലിലേക്ക് ദൈവം അതിനെ തുറന്നു വിട്ടു. ആമേൻ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ മുഖം മാറി. ആ ഭാഗം നിങ്ങളോട് പങ്കുവെച്ചല്ലോ. അത് എത്രയോ പ്രാവശ്യം പാസ്റ്റർ പ്രസംഗിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ആ വചനം ബൈബിളിൽ നിന്ന് ചാടി എന്റെ മുമ്പിലേക്കും എന്റെ ഹൃദയത്തിലേക്കും വരുവാൻ തുടങ്ങി. യേശു പ്രാർത്ഥിച്ചു, ജീസസ് പ്രേയ്ഡ്. അവന്റെ മുഖം മാറി. അത് വായിക്കാം. Luke chapter 9 verse 29 and 30. യേശു പ്രാർത്ഥിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു പ്രാർത്ഥിച്ചു. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പേര് ചേർത്തൊന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ. സുരേഷ് പ്രാർത്ഥിച്ചു, അജിത്ത് പ്രാർത്ഥിച്ചു, ദിലീപ് പ്രാർത്ഥിച്ചു, സഞ്ജീവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ഉടുപ്പ് മിന്നുന്ന വെള്ളയായി. ആ ഉടുപ്പ് ഇന്ന് ആശ്ചര്യമായ അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മാവ് ദേഹത്തിൽ വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു. യെസ്. രണ്ട് പുരുഷന്മാർ അവനോട്, മോശയും ഏലിയാവും ആത്മതലം തുറക്കുകയാണ്. ഇന്ന് വരെ ഇല്ലാത്ത അനുഭവങ്ങൾ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുകയാണ്. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. ദൈവിക ദൂതുകൾ, വെളിപ്പാടുകൾ യേശുവിന് കൈമാറുകയാണ്. തന്റെ ദൗത്യത്തെ, നിയോഗത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ കൈമാറുകയാണ്. ഹല്ലേലൂയ. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന്, പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. പത്രോസ് പേടിച്ചുപോയി. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദമുണ്ടായി. ആ ഒരു സീസണിലാ പ്രിയമക്കളെ. അങ്ങനെ ആ വചനം എന്നിലേക്ക് ചാടി വന്നപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് വിളിക്കുന്നു എന്ന് ഞാൻ ഗ്രഹിച്ചു. ഹല്ലേലൂയ. പിന്നെ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു? സാധാരണ പ്രാർത്ഥനകളിൽ നിന്ന് അസാധാരണമായ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വേർതിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം നിൽക്കുന്ന പ്രാർത്ഥനകളെ, ഹല്ലേലൂയ, അതിന്റെ ലെവലുകളെ സ്ട്രെച്ച് ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. Amen. English നമുക്ക് വായിക്കാം. Luke chapter 9 verse 29 and 30. And as he was praying, and as Jesus was praying, the appearance of his face was his appearance of the face changed, and his clothing became dazzling white. His clothing became dazzling white. And behold, 2 men were talking with him. Behold, 2 men were talking with him. Moses and Elijah. And Elijah, who appeared in glory. And spoke his departure, which was about to accomplish in Jerusalem. Yes.
And as he was saying these things, And as he was saying these a things, cloud came a cloud came and overshadowed them. and overshadowed them. And they were afraid as they entered the cloud. And the voice came out of the cloud saying, And the voice came out of the cloud saying, "This is my son, This is my son, my chosen one. my chosen one. Listen to him." അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യേശു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ മുഖം മാറി, വസ്ത്രം വെണ്മയേറിയതായി, തേജസ് കൊണ്ട് യേശു മഹത്വീകരിക്കുന്ന ഒരു വലിയ ദൃശ്യം വെളിപ്പെട്ടു. Hallelujah. ആത്മതലം തുറന്നു. ആമേൻ. മേഘം വെളിപ്പെട്ടു, മഹത്വം വെളിപ്പെട്ടു. പഴയ നിയമ ഭക്തരായ ഏലിയാവും മോശയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. റെലം ചേഞ്ച് ആയി, ഹെവൻ ഓപ്പൺ ആയി, ദൈവത്തിന്റെ പിതാവിന്റെ ശബ്ദം അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പുതുവീഞ്ഞ് പകരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരു ദിവസം അവിടെ നിന്നപ്പോൾ പാസ്റ്റർ അങ്ങനെ പാട്ട് പാടി ആൾക്കാരെ അങ്ങനെ ആ ഒരു അങ്ങനെ നയിക്കാനായിട്ടുള്ള ആ ഒരു ഇല്ല, അല്പമൊക്കെ പാടും, പ്രൈസ് ഗോഡ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീസൺ ആകുമ്പോൾ പാട്ടുകൾ വാക്കുകളായി ദൈവം തരും. അങ്ങനെ ഒത്തിരി പാട്ടുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഉണർവിന്റെ കാലത്ത്, പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന്റെ കാലത്ത് ദൈവം വന്ന് നൽകും. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിച്ച് ഒരു തലം തുറന്ന് ഈ പിന്മഴ പെയ്യുമ്പോൾ പുതുവീഞ്ഞ് പകരപ്പെടുമ്പോൾ വീണ്ടും പുതുവീഞ്ഞ് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, പകരപ്പെട്ട പുതുവീഞ്ഞിനെ ഒന്ന് കുടിക്കുവാൻ, അതിനെ ഒന്ന് സ്വീകരിക്കുവാൻ, അതിനാൽ ഒന്ന് നിറയുവാൻ. So this is the season of the new wine. പുതുവീഞ്ഞ് പകരപ്പെടുന്ന ഒരു സമയമാണ്. ആത്മാവിന്റെ പുതുവീഞ്ഞ് പകരുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് പുതുവീഞ്ഞ് പ്രാപിച്ച് നമുക്ക് ശക്തമായി കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. ആമേൻ. നമുക്ക് സങ്കീർത്തനം 24 Psalm 24 അത് നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് സ്തോത്രം. വീണ്ടും നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിലേക്ക് ആർക്കാണ് കയറി വരുവാൻ കഴിയുന്നത്? യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. ആ കൈകളൊന്ന് ഉയർത്തി. കോഴഞ്ചേരിയിലെ വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കതകുകളെ, കോഴഞ്ചേരിയിലെ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ. മഹത്വത്തിന്റെ രാജാവാൻ. ബലവാനും വീരനുമായ യഹോവ. ബലവാനും വീരനായ യഹോവ. യുദ്ധവീരനായ യഹോവ തന്നെ. യുദ്ധവീരനായ യഹോവ തന്നെ. കോഴഞ്ചേരിയുടെ വാതിലുകളെ, കോഴഞ്ചേരിയുടെ വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. കോഴഞ്ചേരിയുടെ പണ്ടേയുള്ള കതകുകളെ, കോഴഞ്ചേരിയിലുള്ള പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് അവസാനത്തെ 2 വാക്കുകൾ നമുക്ക് വീണ്ടും ഹല്ലേലൂയ ഈ പട്ടണത്തോട് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമാറാകട്ടെ. കോഴഞ്ചേരിയിലേക്ക് മഹത്വത്തിന്റെ രാജാവ് ആരാണ്? യുദ്ധവീരനായ നമ്മുടെ യഹോവ തന്നെ. ഹല്ലേലൂയ. ആമേൻ. കോഴഞ്ചേരിയുടെ വാതിലുകളെ, കോഴഞ്ചേരിയുടെ വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. കോഴഞ്ചേരിയുടെ പണ്ടേയുള്ള കതകുകളെ, കോഴഞ്ചേരിയുടെ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ. മഹത്വത്തിന്റെ രാജാവാൻ. സൈന്യങ്ങളുടെ യഹോവ തന്നെ. സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, God wants to do a miracle in your life. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മളിൽ ഒരു അത്ഭുതം ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മളെ സുരേഷ് അങ്കിളുടെ സാക്ഷി നമ്മളോട് വിളിച്ചു പറയുന്നു, God first does a miracle and then God does miracles out of you. Hallelujah. ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ അത്ഭുതങ്ങൾ അനുഭവിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരും. ആമേൻ. ഈശോപ്രവാചക പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതൊരു പ്രവചന ശബ്ദമാണ്. ദൈവത്തിന്റെ ഹൃദയം എന്തായിരിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 8 and verse 18. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും, സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയിൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. സ്തോത്രം. മെശിഹ പറയുകയാണ്, ഞാനും എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന മക്കളും എന്തായിത്തീരും?
അവർ യഹോവയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആയിത്തീരും. നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേക്കാം. Isaiah chapter 8 verse 18. Behold, I and the children whom the Lord has given me Behold, I and the children whom God has given me are signs and portions are signs and wonders in Israel from the Lord of hosts who dwells on Mount Zion. in Israel from the Lord of hosts who dwells in Mount Zion. Hallelujah. Behold, I and the children whom God has given, we are for signs and wonders, saith the Lord of hosts who dwells on Mount Zion. Amen. എന്താണ് ഒരു അത്ഭുതം? What's a miracle? മനുഷ്യന്റെ അസാധ്യതകൾ ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടുന്നതാണ് ഒരു അത്ഭുതം. What's a miracle? It's the hand of God manifesting into the impossibilities of your life. Amen. ഇന്ന് നിങ്ങൾ അസാധ്യതകളുടെ മധ്യത്തിലാണോ? വഴി അടഞ്ഞിരിക്കുകയാണോ? ഒരു രോഗത്തിന്റെ ഒരു വിഷയത്തിൽ നിങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ have you come to your crossroads and there is no way? Maybe it's a doctor's report, cancer, third stage, fourth stage, no way out. നിങ്ങൾക്ക് താങ്ങുവാനാകാത്ത, കൊടുത്തു തീർക്കുവാനാകാത്ത ഒരു കടം നിങ്ങളുടെ മേൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ കുടുംബ ജീവിതത്തിൽ ഒരു വലിയ വിള്ളൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നു, നിങ്ങളുടെ പ്രോപ്പർട്ടി സംബന്ധമായ ഒരു വിഷയം, ഒരു കോർട്ട് കേസ്, an impossibility is hanging over you. ഒരു അസാധ്യതയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. But this morning, even as you're hearing the word of the Lord, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, who is God? God is a God of miracles. കണ്ണ് കാണുവാൻ കഴിയാത്ത അന്ധനായിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു അവസ്ഥ അല്ലേ? ഞാനൊരു ഡോക്ടറാണ്, സർജനാണ്. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് മെഡിക്കൽ ടെക്നോളജിക്ക് ചെയ്യുവാൻ കഴിയും. പക്ഷേ ഒരു വ്യക്തിയുടെ ഒപ്റ്റിക് നെർവ് കട്ടായാൽ, ഒരു വ്യക്തിയുടെ സ്പൈനൽ കോഡ് കട്ടായാൽ, ഒരു വ്യക്തിയുടെ ലിവറിൽ അത് ഭയങ്കരമായ ഡാമേജ് വന്നാൽ, ഒരു വ്യക്തിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഒരു രോഗത്തിന്റെ അവസ്ഥ വന്നാൽ, മെഡിക്കൽ സയൻസ് ഇന്നും ലിമിറ്റഡ് ആണ്. പക്ഷേ God is a God of miracles. നമ്മുടെ അസാധ്യതകളിലേക്ക്, നമ്മുടെ ഇംപോസിബിലിറ്റീസിലേക്ക് ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നതാണ് ഒരു അത്ഭുതം. That's our God. 77-ാമത്തെ സങ്കീർത്തനം അതിന്റെ 13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ദൈവത്തോട് ചേർന്ന് നടന്ന ദാവീദ് രാജാവിന്റെ ഒരു സങ്കീർത്തനമാണ്. യെസ്. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നിന്റെ വഴി, your way, oh God, is holy. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോലെ, ഈ യഹോവയായ ദൈവത്തെ പോലെ, യേശു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവം ആരുള്ളൂ? ദാവീദ് ദൈവത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ട് ദാവീദ് പറയുകയാ, your way, oh God, is holy, and what God is greater like our God. ഈ ദൈവത്തെ പോലെ, ഈ ദൈവത്തെ പോലെ വലിയൊരു ദൈവം ആരുള്ളൂ? യെസ്. 14-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? നീ അത്ഭുതം. You are a God who works wonders. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, if you need a miracle, if you need a wonder, our God is a specialist in miracles. എന്താ മിറക്കിൾ? നിങ്ങളുടെ അസാധ്യതകളിൽ മാനുഷികമായ എല്ലാ വഴികളും അടഞ്ഞ്, no way out. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ചെങ്കടൽ, പുറേ ഫറവോന്റെ ആ സൈന്യം വരുന്നു, രണ്ട് സൈഡിലും മലകൾ അടഞ്ഞിരിക്കുന്നു, no way out. ഈ മരണമേ മുമ്പിലുള്ളൂ. പക്ഷെ നമ്മുടെ ദൈവം ആരാ? അവൻ അത്ഭുതങ്ങളെ, you are the God who performs miracles. Hallelujah. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിച്ചാൽ, നിങ്ങൾ അത് വിശ്വസിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ഈ ദൈവത്തിന്റെ വചനം, ആ കരം, God has a hand, ദൈവത്തിന്റെ ഒരു കൈയുണ്ട്. ഈ വചനം നമുക്ക് വേണ്ടി എന്താണ് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെളിപ്പെടുത്തും. ആരെങ്കിലും അത് വിശ്വസിച്ചാൽ, then you begin to see the operation and the manifestation of that hand of God. Hallelujah. Amen. You are God who works wonders, who performs miracles. You have made known your strength among the peoples. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ദാവീദ് രാജാവ് ഓർക്കുകയാ, ദൈവം തന്റെ ജനത്തെ നടത്തിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, miracles and wonders in which God led his people. 16-ാമത്തെ വാക്യം തൊട്ട് 20-ാമത്തെ വാക്യം പെട്ടെന്ന് ഓടിച്ചു. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു. വെള്ളങ്ങൾ, ചെങ്കടൽ വിഭജിച്ചു പോകുന്ന കാര്യം, വെള്ളങ്ങൾ നിന്നെ കണ്ടു. നിങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ പോലുള്ള അവസ്ഥകളാണെങ്കിൽ, അസാധ്യതകളാണെങ്കിൽ അത് വഴി മാറിപ്പോകും. നമ്മുടെ ദൈവം ആരാണ്? He is the God of miracles and he performs miracles. Hallelujah. Yes. ആഴികളും വിറച്ചുപോയി, ആഴികൾ വിറച്ചുപോയി, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി. Yes. നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. Yes. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുങ്ങി. Yes. മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. Amen. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. Yes. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയുമിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയുമിരുന്നു. Yes. മോശയുടെയും അഹരോന്റെയും കയ്യാൽ
മോശയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഹല്ലേലൂയ. 30 ലക്ഷം 40 ലക്ഷം ജനത്തെ മിസ്രൈമിന്റെ 430 വർഷത്തെ ക്രൂരമായ അടിമത്തത്തിൽ നിന്ന് ഏറ്റവും ശക്തനായ ആ രാജാവിന്റെ കയ്യിൽ നിന്ന്, ഫറോവിന്റെ കയ്യിൽ നിന്ന് ദൈവം പറയുക, ഞാൻ മോശയോടും ആരോനോടും കൂടെ ഇരുന്ന് ഒരു ആട്ടുംകൂട്ടത്തെ പോലെ. ഇന്ന് നിങ്ങൾ എന്ത് അടിമത്തത്തിലാണെങ്കിലും, ഏത് ബന്ധനത്തിലാണെങ്കിലും, it doesn't matter what your captivity is, what your chain is, what your trouble is, your crisis is, your tragedy is. God is a God of miracles and he will work for you. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആട്ടുംകൂട്ടത്തെ പോലെ 30 ലക്ഷം 40 ലക്ഷം ജനത്തെ 430 വർഷത്തെ ക്രൂരമായ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. ഈ ദൈവം ആരാണ്? നാം സേവിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന ഈ യേശു ആരാണ്? എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ. Jesus Christ is the same yesterday, today and forever. Hallelujah. Amen. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രൈമിൽ വെച്ച് നീ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ, നിങ്ങൾക്ക് വേണ്ടി മിസ്രൈമിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ ഒക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവ പ്രവർത്തികൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത അങ്ങനെ ഒരു രാജ്യത്തിന്റെ ക്രൂരമായ അടിമത്തത്തിൽ നിന്ന് ദൈവം തന്റെ മക്കളെ, ഇസ്രായേൽ മക്കളെ നീട്ടിയ ഭുജത്താലും ബലമുള്ള കരത്താലും, by an outstretched arm and a mighty hand, through signs and wonders, hallelujah, God led his people. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് കേൾക്കാം. സ്തോത്രം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നോക്കിയ പദം മോശ ആവർത്തിച്ച് ദൈവമക്കളോട് പറയുക, മക്കളെ, നിങ്ങൾ അടിമത്തത്തിലായിരുന്നപ്പോൾ, നിങ്ങൾക്ക് പോലും നിങ്ങളെ സഹായിക്കുവാൻ വിടുവിക്കുവാൻ കഴിയാത്ത അത്ര വലിയ ബന്ധനത്തിലായിരുന്നപ്പോൾ ഒരു കൈ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വഴിമുട്ടിയിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഒരു ക്രൈസിസിൽ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ ബന്ധനങ്ങൾ തകർക്കുവാൻ, നിങ്ങളുടെ നുകങ്ങളെ തകർക്കുവാൻ ഒരു കൈ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു കൈയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യേശുവിലൂടെ വെളിപ്പെട്ട് വരുന്നത്. നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. അതുകൊണ്ട് ശബ്ബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ, ശക്തിയുടെ ഭുജമുള്ള, നീട്ടിയ ഭുജത്താലും ശക്തിയുള്ള കരത്താലും നമ്മെ സംരക്ഷിക്കുവാൻ, നയിക്കുവാൻ, വിടുവിക്കുവാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ മതിയായവനാ. ഹല്ലേലൂയ. പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ക്രൈസിസ്, വഴിമുട്ടി നിൽക്കുന്ന, തന്റെ ജീവിതങ്ങളിൽ അസാധ്യതകൾ നേരിടുന്ന ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഒരു അത്ഭുതം നടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ മെസ്സേജിന്റെ ഒരു തലക്കെട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ തലക്കെട്ടാണ് സൗഖ്യം, വിടുതൽ, അത്ഭുതം. അത് ദൈവം തന്റെ മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പമാണ്, അവകാശമാണ്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ആൻഡ് മിറക്കിൾ ഈസ് ദ ബ്രെഡ് ഓഫ് ദ ചിൽഡ്രൻ. സൗഖ്യവും അത്ഭുതവും, ഹീലിംഗ് ആൻഡ് എ മിറക്കിൾ ആൻഡ് എ ഡെലിവറൻസ് ആർ നോട്ട് എക്സ്ട്രാസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ എക്സ്ട്രാസ് അല്ല, അത് മക്കൾക്ക് വേണ്ടിയുള്ള അപ്പന്റെ അപ്പമാണ്. ദൈവം നമുക്ക് നൽകുന്ന അപ്പമാണ്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം ആൻഡ് മിറക്കിൾ ഈസ് ദ ചിൽഡ്രൻസ് ബ്രെഡ്. ആമേൻ. 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 അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകുന്ന ഓഹരിയാണ്, നിങ്ങളുടെ സമ്പത്താണ്. ഇത് കേൾക്കുമ്പോൾ ഈ വചനത്തിന്റെ വെളിപ്പാട്, വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രൈസിസുകളിൽ, വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വചനത്തിന്റെ വെളിച്ചം, വെളിപ്പാടുകൾ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും സൗഖ്യത്തിലേക്കും അത്ഭുതത്തിലേക്കും നടത്തുവാൻ ശക്തമാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. സോർ സീദോൻ എന്ന് പറഞ്ഞ ആ സ്ഥലങ്ങളിലേക്ക് യേശു പോകുകയാണ്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന്, അപ്പോൾ സോർ സീദോൻ ദേശത്തിൽ നിന്ന് ഒരു കനാന്യ, ജാതിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരികയാണ്. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, കർത്താവേ, അവള് വിളിക്കുക. അവള് ജാതിക പശ്ചാത്തലത്തിൽ നിന്ന്, അവള് യഹൂദ സ്ത്രീ അല്ല.
പക്ഷെ അവളുടെ ഒരു വലിയ ആവശ്യമുണ്ട്, വലിയ പ്രശ്നത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ക്രൈസിസ് ആണ് അവൾ നേരിടുന്നത്, വലിയ രോഗത്തിന്റെ വിഷയമാണ്. പക്ഷെ അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. എന്റെ വിഷയം പരിഹരിക്കുവാൻ, എന്റെ പ്രശ്നം പരിഹരിക്കുവാൻ, എന്റെ ജീവിതത്തിൽ അതിനൊരു സമാധാനം കൊണ്ടുവരുവാൻ, ഒരു തീർപ്പ് കൊണ്ടുവരുവാൻ ഞാൻ സീർ സിദോൻ പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാരെ നോക്കി. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. ദാവീദ് പുത്രനായ ഈ യേശുവിന് കഴിയുമെന്ന ഒരു വാർത്ത അവൾ കേട്ടു. അവൾ ഇറങ്ങി പുറപ്പെടുകയാണ് ഈ യേശുവിനെ കാണുവാൻ. ഈ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. യെസ്, എന്നോട് കരുണ തോന്നണമേ. അവള് പറയുക, എന്നോട് കരുണ തോന്നണമേ. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു. എന്റെ മകൾക്ക് ഭൂതോദ്രവം, ഭൂതത്തിന്റെ ഉപദ്രവം. Right? ഇംഗ്ലീഷിൽ my daughter is cruelly vexed with the demons. എന്റെ മകൾക്ക് എന്താ? കഠിന ഭൂതോദ്രവം. ഭൂതങ്ങളിൽ വിശ്വസിക്കുന്നു നിങ്ങൾ? അതോ അത് ഒരു ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആണോ? സയൻസും സയന്റിസ്റ്റും ഒക്കെ പറയുന്നു അതെല്ലാം മനുഷ്യന്റെ എന്താ ചിന്തകളാണ്. But no, demons are real. യേശു ദുരാത്മാക്കളെ ശാസിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദേശങ്ങളിൽ കാണുന്ന പൈശാചികമായ ഈ പ്രവർത്തികളുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിമാനിക് കിങ്ഡം ഉണ്ട്. ഡിമാനിക് കിങ്ഡം. അപ്പോൾ കഠിനമായ ഭൂതോദ്രവം ബാധിച്ച തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഒരമ്മ യേശുവിന്റെ അടുക്കൽ വന്നത്. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങൾ എന്തിനാണ് യേശുവിന്റെ അടുക്കലേക്ക് ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്നത്? അങ്ങനെ വിഷയമുണ്ടോ? ഒരു വിഷയമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവന്റെ കരം, അവന്റെ കരുണ, അവന്റെ സ്നേഹം, അവന്റെ അനുകമ്പം, അവന്റെ മഹത്വം, ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്ന ഒരു സമയമാണ്. And this is your day. Somebody said, this is my day. This is my moment. This is my opportunity for a miracle touch of God. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് നമ്മളൊരു കാര്യം കേട്ടു, കുറച്ചും കൂടെ ഒന്ന് റിസർച്ച് ചെയ്യുവാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ, അതിനെ കുറച്ചും കൂടെ ആഴത്തിൽ. അങ്ങനെയാണല്ലോ ഡോക്ടേഴ്സ് ഓൾവേസ് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ് തിങ്സ്, അല്ലേ? അത് അവരുടെ ഒരു പ്രകൃതമാണ്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ, ആ സുവിശേഷത്തിൽ ഈ മകളെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, കഠിന ഭൂതോദ്രവം ആയിരുന്ന ഒരു മകളാണ് യേശുവിന്റെ അടുക്കലേക്ക് വന്നത്. അവിടെ അമ്മയാണ് വന്നത്. But the book of Mark chapter 7 verse 24 എന്ന് വായിക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്നിട്ട് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചുവെങ്കിലും ആരും അറിയരുത്, ആ പ്രദേശത്ത് ആരും അറിയരുതെന്ന് ഇച്ഛിച്ച് ഒളിഞ്ഞിരിക്കുവാൻ യേശു ആഗ്രഹിച്ചു. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയൊരു മകൾ ഉള്ളൊരു സ്ത്രീ, അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ളൊരു സ്ത്രീ, ചെറിയ മകൾ. മർക്കോസ് പറയുകയാ, ആ മകളുടെ പ്രായം, ഏജിന്റെ റേഞ്ച്, ചെറിയ മകൾ, കുഞ്ഞു പ്രായത്തിൽ തന്നെ കഠിനമായ ഭൂതോദ്രവം ബാധിച്ച ഈ മകളുടെ അമ്മയുടെ ആ സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയേ. നോ റിലീഫ്, നോ ക്യൂർ. ഒരു ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക്, ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയായി ഈ അമ്മ. യെസ്, അവന്റെ വസ്തുത കേട്ട് അവന്റെ കാൽക്കൽ വീണു. അവന്റെ വസ്തുത കേട്ട് ഈ മകൾ എന്താ ചെയ്തത്? നമുക്ക് 29-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഈ വാക്ക് നിമിത്തം നീ പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. എന്താ അവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ. അവൾ ഒരു അസാധ്യതയുടെ മധ്യത്തിലാണ് യേശുവിന്റെ അടുക്കലേക്ക് വന്നു. യേശു തൊട്ടു, സ്പർശിച്ചു. അവിടെ ഒരു അത്ഭുതം നടന്നു. കഠിന ഭൂതോദ്രവം ബാധിച്ച ഈ കുഞ്ഞു മകൾ അവൾ സ്വതന്ത്രയായി. ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, പഠിക്കുവാൻ പോകുന്നത്, ധ്യാനിക്കുവാൻ പോകുന്നത്, what was that which released the miracle working power of Jesus? യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ. അവന്റെ കരം കുറുകി പോയിട്ടില്ല. അവൻ ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത്, ഈ കുഞ്ഞു മകൾക്ക് വേണ്ടി ചെയ്തത്, അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും വിഷയത്തിലായിരിക്കുന്ന ആർക്കും ചെയ്യുവാൻ ഇന്നും ആ കരത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അത്ഭുതം എങ്ങനെയാണ് ഈ മകൾ തന്റെ ജീവിതത്തിലേക്ക്, തന്റെ ഈ കൊച്ചു മകളിലേക്ക് വലിച്ചെടുത്തത്, സ്വീകരിച്ചത്, പ്രാപിച്ചത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ സമയമെടുക്കാം. ഞാൻ കർത്താവിനെ അറിയാത്ത ആ സമയങ്ങളിൽ ഡോക്ടറായി അങ്ങനെയൊക്കെ ആ സമയത്തും സാധാരണ നമ്മൾ എന്താ കേൾക്കുന്ന, ഒരു രോഗം വരുമ്പോൾ എന്താ ചെയ്യുക ഡോക്ടറെ, ഇത് ദൈവം തന്നതല്ലേ? ഒരു വളരെ ക്യാൻസർ വന്നു, കൊച്ചു പ്രായം ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ഒരു വലിയ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു, മരണകരമായ ഒരു സ്റ്റേറ്റിൽ ഇവിടെ കൊണ്ടുവന്നു, കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു. ഡോക്ടേഴ്സ് കഴിഞ്ഞ് പരിശ്രമിക്കുകയാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ടൊക്കെ. അപ്പോൾ സാധാരണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്താ ചെയ്യുക, അത് അവന്റെ തലയെഴുത്തല്ലേ. അപ്പൊ ദൈവം വിധിച്ചാൽ പിന്നെ ആർക്കെങ്കിലും മാറ്റാൻ കഴിയുമോ? ദൈവം തലയിൽ എഴുതിയെങ്കിൽ, വിധിച്ചെങ്കിൽ അത് ആർക്കെങ്കിലും മാറ്റാൻ കഴിയുമോ? പലപ്പോഴും നാം രോഗം ദൈവത്തിന്റെ ദാനമാണ് എന്നാ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു സത്യം അറിയണം, ഈ സൗഖ്യം നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ, ഈ അത്ഭുതം നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ, അത്ഭുതത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നിങ്ങൾക്കൊന്ന് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്താണ്? യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യമാണ്
സ്വതന്ത്രമാക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ വചനം വെളിച്ചം പോലെയാ, ലൈറ്റ് പോലെയാ. അത് പ്രാപിച്ചാൽ, അത് സ്വീകരിച്ചാൽ, ആ സത്യത്തിൽ നിങ്ങൾ നിലനിന്നാൽ വെളിച്ചം അന്ധകാരത്തെ എന്ത് ചെയ്യും? പുറത്താക്കും. പിന്നെ അവിടെ പൈശാചിക ദുരാത്മ ശക്തികൾക്ക് നിങ്ങളെ തടയുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ കയ്യിൽ എന്ത് വന്നു? സത്യം വന്നു, വെളിച്ചം വന്നു. പാസ്റ്റർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. ഒത്തിരി പേർ സൗഖ്യമാകുന്നതും, ഒത്തിരി രോഗത്തിൽ നിന്ന്, ദുരാത്മബാധകളിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുന്ന ഒരു അഭിഷേകം, ഒരു ദൈവകൃപ എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി. എത്രയോ പേർ കർത്താവ് അവരെ സൗഖ്യമാക്കിയിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു. പക്ഷെ ദൈവം പാസ്റ്ററിനെ വിളിച്ചിരിക്കുന്നത് ഈ ദൈവവചനത്തിന്റെ സത്യം. ഇന്ന് പാസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് സൗഖ്യ ശുശ്രൂഷിക്കാൻ കഴിയുന്ന ഒരു ദൈവദാസനോ ദാസിയോ ഉണ്ട്. അവർ നിങ്ങൾ അവിടെ അടുത്തേക്ക് ഓടിച്ചെന്നാൽ, അവർ പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കാം. ഹല്ലേലൂയ. പക്ഷെ നാളെ അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിലോ? ഹല്ലേലൂയ. നമ്മൾ പക്വത പ്രാപിക്കും തോറും നാം ദൈവത്തിന്റെ സത്യം നാം അത് പ്രാപിച്ച്, നാം അതിൽ വളർന്ന്, നാം അതിൽ പക്വതപ്പെട്ടാൽ, ഹല്ലേലൂയ, നമുക്ക് തന്നെ ഈ വചനത്തെ, വെളിച്ചത്തെ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ തുറന്നു വിടുവാൻ, സഹായിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്താണ്? രോഗമല്ല ദൈവത്തിന്റെ ദാനം, രോഗസൗഖ്യമാണ്, രോഗശാന്തിയാണ് ദൈവത്തിന്റെ ദാനം. ഹല്ലേലൂയ. Sickness is not the gift of God. God is not the source of sickness, but God is the source of healing and health. Hallelujah. അപ്പോൾ കഠിന രോഗോപദ്രവം ബാധിച്ച ഈ കുഞ്ഞുമകൾ യേശുവിന്റെ അടുക്കലേക്ക് വരിക. അവൾ കർത്താവിന്റെ കാൽക്കൽ വന്ന് എന്ത് ചെയ്യുക? അവള് വീണു. അവളുടെ ഡിഗ്നിറ്റിയും ഫോർമാലിറ്റിയും ഒക്കെ മാറ്റി അവൾ കർത്താവിന്റെ കാൽക്കൽ എന്ത് ചെയ്യുക? അവളെ തന്നെ താഴ്ത്തുക. സറണ്ടർ ആൻഡ് യു വിൽ സീ ദ വണ്ടർ എന്ന് പറഞ്ഞതുപോലെ അവൾ വന്ന് കർത്താവിന്റെ കാൽക്കൽ വീണു. ദാവീദ് പുത്ര, കരുണ തോന്നണമേ, മനസ്സലിയണമേ. വലിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. യേശു മിണ്ടാതിരുന്നു. യേശു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. The silence of Jesus. യേശു ചലിക്കുന്നില്ല, മൂവ് ചെയ്യുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇവള് താഴെ വീഴുന്നു, സറണ്ടർ ചെയ്യുന്നു, നിലത്ത് വീണ് കർത്താവിനോട് പറയുന്നു, കർത്താവേ, ദാവീദ് പുത്ര, പ്ലീസ്. പലപ്പോഴും പല പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, ദൈവത്തിന്റെ സൈലന്റ് ഒരു സമയം വരുമ്പോൾ നാം വിഷമിച്ചു പോകരുത്, നാം പിന്മാറരുത്. ഈ മകളുടെ ജീവിതം, ഈ അത്ഭുതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് വലിയ ഒരു പർപ്പസ് ഉണ്ട്, ഒരു വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് കർത്താവ് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ കർത്താവിന് പ്രവർത്തിക്കുവാൻ മനസ്സില്ല എന്നല്ല. Jesus was waiting and watching. അവിടെ ഉള്ളിൽ നിന്ന് അവിടെ മകൾക്കും ആ ദേശത്തിനും ഒരു വലിയ നന്മ കൊണ്ടുവരുവാൻ കർത്താവ്, അവിടെ വിശ്വാസം എവിടെ മേരെ ഉണ്ട്. ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവൾ നീ ചീത്ത പറഞ്ഞ്, അവൾ എടറി, ഒഫൻഡഡ് ആയി, വിഷമിച്ച്, ഞാൻ വലിയ ആശയോടെ ഇന്ന് വന്നത്, പക്ഷെ ഒന്നും നടന്നില്ല, ഒന്നും സംഭവിച്ചില്ല, ഇന്നൊന്നും എനിക്ക് സംഭവിച്ചില്ല, ഒരു അത്ഭുതവും സംഭവിച്ചില്ല. ഒത്തിരി പേർ പിന്മാറിപ്പോകുമ്പോൾ ഈ അമ്മയ്ക്ക് അറിയാം യേശു ആരാണ്. ദാവീദ് പുത്ര. അവൾ അനേകർ സൗഖ്യമാകുന്നത്, അനേക ഉദരം ബാധിച്ച വ്യക്തികൾ വിടുവിക്കപ്പെടുന്ന ഡെലിവറൻസിന്റെ കഥകൾ കേട്ടതുകൊണ്ട് ഹല്ലേലൂയ, അവൾ വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വായിക്കാം. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. നോക്കിയേ, അവൾ നിലത്ത് കിടന്നു, അപേക്ഷിക്കുന്നു. യേശു മുമ്പോട്ട് പോകുകയാ ശിഷ്യന്മാരുടെ കൂടെ. യേശു സൈലന്റ് ആണ്, പ്രതികരിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അവൾ വിട്ടോ? ഇല്ല. അവൾ യേശുവിന്റെ പിന്നാലെ പോകുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അത്ഭുതത്തിലേക്ക് നടക്കണമോ? അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കണമോ? അത്ഭുതത്തിന്റെ ചാലാകണോ? നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സൈലന്റ് പീരീഡുകളെ മറികടക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അത്ഭുതത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ തടസ്സത്തെ മറികടക്കുവാൻ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ വിഷമിച്ചു പോകുകയല്ല ചെയ്യുന്നത്. അതിന്റെ മേൽ അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവൾ വിട്ടുകൊടുത്തില്ല. അവൾക്കറിയാം ഉത്തരം യേശുവിന്റെ അടുക്കയാ. അത്ഭുതം യേശുവിന്റെ ആ കരം, അത്ഭുതത്തിന്റെ കരമാ. ഹല്ലേലൂയ. അത് സൗഖ്യത്തിന്റെ കരമാ. അത് കുറുകി പോയിട്ടില്ല. അവൾ എന്ത് ചെയ്തു? അവൾ വീണ്ടും യേശുവിന്റെ പിന്നാലെ പോകുകയാ. കുറെ പിന്നാലെ പോയപ്പോൾ ശിഷ്യന്മാര് പറയുക, യേശുവേ, നീ പ്രവർത്തിക്കുന്നുമില്ല, മിണ്ടാതിരിക്കുക, ഒരു കാര്യം ചെയ്യ്, അസഹ്യപ്പെടുത്തുന്നു, ഇവളെ എന്ത് ചെയ്യണം? പറഞ്ഞയക്കുക. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാര് വന്ന് പറയുന്നു, ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്, ഒന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒഴിവാക്ക്. അവൾ യേശു പറയാ, എന്നെ ആർക്കു വേണ്ടിയാണ് ദൈവം അയച്ചിരിക്കുന്നത്? ഇസ്രായേലിലെ കാണാതെ പോയ ഈ മക്കൾക്ക് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് പിതാവാം ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. ആ ടൈം പീരീഡ് ഇല്ലേ? ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിലേക്ക് യേശു പോയപ്പോൾ
അവിടെ വീഞ്ഞു തീർന്നു പോയി. അമ്മ വന്ന് പറയാം, മകനെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നീ എന്ത് ചെയ്യണം, നീ ഒന്ന് ചെയ്ത് അവരെ സഹായിക്കണം. അപ്പം യേശു എന്താ പറയുന്നത്? സ്ത്രീയെ, എന്റെ സമയമായിട്ടില്ല, വന്നിട്ടില്ല, എന്റെ സമയം വന്നിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ അമ്മ എന്ത് ചെയ്തു? യേശു ആരാണ്, തന്റെ മേൽ കിടക്കുന്ന വിളി എന്താണ്, തന്റെ മേൽ കിടക്കുന്ന അഭിഷേകം എന്താണ്, തനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ഒരു അമ്മ അറിഞ്ഞതുകൊണ്ട് സമയത്തിന് മുമ്പേ എന്ത് ചെയ്തു? അവൾ ഒരു അത്ഭുതം സൃഷ്ടിച്ചു. She created a miracle before time. ആ അത്ഭുതം നടക്കണമെങ്കിൽ പിതാവിന് ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഒരു മകൾ എന്ത് ചെയ്തു? ആ ലോകളെ ബൈപ്പാസ് ചെയ്ത് അവൾ വിശ്വസിച്ച് സമയത്തിന് മുമ്പേ ഒരു അത്ഭുതത്തെ അവൾ സൃഷ്ടിച്ചു. She created a miracle. Hallelujah. അതെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ, സൃഷ്ടിക്കുവാൻ കഴിയും. ആമേൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? യേശു പറയുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് പിതാവാം ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ മകൾ എന്താ പറയുന്നത്? ഈ കനാന്യ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഈ സ്ത്രീ എന്താ പറയുന്നത്? എന്നാൽ അവൾ വന്ന്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ശരിയാണ്, ഞങ്ങൾക്ക് വേണ്ടിയല്ല പിതാവാം ദൈവം അയച്ചത്. അതൊരു ടൈം പീരീഡിലാണ്. അത് കഴിഞ്ഞ് യേശു കാൽവറി ക്രൂശിൽ മനുഷ്യകുലത്തിന്റെ പാപത്തിനു വേണ്ടി, ഇല്ലേ? ഇന്ന് നമ്മളെല്ലാം ജാതിക പശ്ചാത്തലത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു വന്ന് ആ ടൈം പീരീഡിൽ യഹൂദന്മാർക്ക് വേണ്ടിയാണ്. പക്ഷെ യേശു വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ? അല്ല. ആരാണ് യേശു? ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? രോഗസൗഖ്യമാണോ? കടം മാറുന്നതാണോ? നടക്കാത്തൊരു വിവാഹം നടക്കുന്നതാണോ? അടഞ്ഞിരിക്കുന്ന ഉദരം തുറക്കുന്നതാണോ? അല്ല. ഒരു നല്ല ജോലി കിട്ടുന്നതാണോ ഏറ്റവും വലിയ അത്ഭുതം? ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അത് നമ്മുടെ ആത്മരക്ഷയാണ്. നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നാം പാപികളാണ്. പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ ഇന്ന് ലോകത്തിൽ വേറൊരു മരുന്നില്ല, വേറൊരു വഴിയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, പാപം ക്ഷമിച്ചു കിട്ടുവാൻ ദൈവം വേറൊരു നാമം, വേറൊരു വഴി തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു നമ്മൾക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു കാൽവരി ക്രൂശിൽ മനുഷ്യകുലത്തിന്റെ പാപത്തെ തന്റെ മേൽ ചുമന്ന് ദൈവത്തിന്റെ കുഞ്ഞാടായി നമുക്ക് വേണ്ടി അർപ്പിച്ചു. 16-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ മതപരമായി നടന്ന് എന്റെ ജീവിതത്തിലേക്ക് മരിച്ചാൽ മതി, നീ ജീവിക്കേണ്ട എന്ന് ചിന്തിച്ച് എന്നിലേക്ക് ആ ദൈവസ്നേഹം ഒഴുകി വന്നു. അന്ന് എനിക്കൊരു രോഗസൗഖ്യത്തിന് അത്ഭുതമൊന്നും വേണ്ട, പക്ഷെ എന്റെ ഹൃദയം പിടഞ്ഞു വേദനിക്കുകയായിരുന്നു. ഞാൻ പാപിയാണ്, പാപത്തിൽ നിന്ന് ഒരു വിമോചനം എനിക്ക് വേണം. നിത്യജീവന്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലേക്ക് യേശുവിന്റെ സ്നേഹം ഒഴുകി വന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? വാട്ട് ഈസ് ദ മിറക്കിൾ ഓഫ് ഓൾ മിറക്കിൾസ്? ഏറ്റവും വലിയ അത്ഭുതം എന്താ പ്രിയപ്പെട്ടവരെ? പാപത്തിൽ നിന്ന് ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ആത്മരക്ഷ പ്രാപിക്കുകയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു കാൽവരി ക്രൂശിൽ മനുഷ്യകുലത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ യേശുവേ, ഇന്ന് ഞാൻ കേട്ടു, മെനെ സുൻ ലിയ പ്രഭു, മെനെ സുൻ ലിയ कि तू ही एकमात्र उद्धारकर, അങ്ങാണ് ലോകരക്ഷകൻ. എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവൻ, വീണ്ടെടുക്കുവാൻ കഴിയുന്നവൻ, എനിക്ക് നിത്യജീവൻ തരുവാൻ കഴിയുന്നവൻ. പാപത്തിന്റെ ശമ്പളം അത് നിത്യമരണമാണ്, പക്ഷെ ദൈവത്തിന്റെ ദാനം ക്രിസ്തു യേശുവിൽ. അപ്പോൾ നമുക്ക് വീണ്ടും ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പറയാം, യേശുവേ, ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവേ അങ്ങ് ഇടയാക്കിയല്ലോ. ഇന്ന് ഭൂമിയിൽ നമുക്ക് സംഭവിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? പാപിയായ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. യേശു പറയുക, ദൈവം എന്നെ അയച്ചത് എന്തിനാ? യഹൂദന്മാർക്ക് വേണ്ടിയാ. അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സമയം വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു തലം തുറക്കും. പക്ഷെ അവൾ എന്താ ചെയ്യുന്നത്? ഈ കനാന്യ സ്ത്രീ പറയുക, എന്നെ സഹായിക്കണം. നിങ്ങൾ അങ്ങനെ ഒന്ന് പറയുമോ? എന്നെ സഹായിക്കണമേ. പിന്നെന്താ അവൾ ചെയ്തത്? ലോർഡ് ഹെൽപ്പ് മീ. കർത്താവേ എന്നെ സഹായിക്കണം. കർത്താവേ, യജമാനനെ, എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല, എല്ലാ വഴിയും മുട്ടിയിരിക്കുക, അങ്ങക്ക് മാത്രമാണ് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്നത്. അവൾ പറയുക, എന്നെ സഹായിക്കും. ഇന്ന് എത്ര പേര് അങ്ങനെ ഒന്ന് പറയും? ദൈവത്തിന്റെ സഹായത്തിന്റെ ഈ അത്ഭുത നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊന്ന് വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നല്ലവനാണ്. അവൻ നല്ലവനല്ലോ, അവന്റെ നന്മയാണ് നിങ്ങളുടെ സൗഖ്യം, അവന്റെ നന്മയാണ് നിങ്ങളുടെ വിടുതൽ, അവന്റെ നന്മയാണ് നിങ്ങളുടെ നുഖങ്ങൾ തകരുന്നത്. ഇന്ന് അവന്റെ നന്മ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. യു വിൽ എക്സ്പീരിയൻസ് ഹിസ് ഗുഡ്നെസ്. ഒരു നുഖത്തിനും, ഒരു പൈശാചിക ബാധയ്ക്കും, ഒരു രോഗത്തിനും, ഒരു അടിമത്തത്തിനും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അടക്കി വാഴുവാൻ കഴിയുകയില്ല. ആ കരം നിങ്ങളെ സഹായിക്കും. ആ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കും. നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് പകൽക്കാലം തുടർന്ന് നമുക്ക് വായിക്കാം. എന്നാൽ അവൾ വന്ന്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പറയുമോ? കർത്താവേ, യേശുവാൻ. ഒന്ന് ഉറക്കെ പറയാം, ലോർഡ്. ഒന്ന് ഉറക്കെ പറയാം, ലോർഡ്. ലോർഡ്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്തു?
നമസ്കരിച്ചു. അവൾ നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ she prostrated herself and worshiped. Hallelujah. അവൾ അവളെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി. പ്രോസ്ക്യൂനിയോ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പദമാണ് വർഷിപ്പ്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിരീടങ്ങളെ താഴെ വെച്ച് മൂപ്പന്മാർ നിലമ്പാട് വീണ് ദൈവത്തെ ആരാധിച്ചു നമസ്കരിച്ചു എന്ന് പറയുന്ന പോലെ ഈ കനാന്യ സ്ത്രീ എന്താ ചെയ്യുന്നത്? അവൾ യേശുവിന്റെ മുമ്പാകെ അവൾ പ്രോസ്ക്യൂനിയോ, അവൾ കുനിഞ്ഞ് അവൾ കുമ്പിട്ട് അവൾ ആരാധിക്കും. യജമാനനെ, യജമാനനെ, എനിക്കറിയാം ഇതിന് ഞാൻ യോഗ്യനല്ല, ഞാനൊരു യഹൂദ സ്ത്രീ അല്ല, പക്ഷേ യജമാനനെ എന്നെ സഹായിക്കണം. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ ആവശ്യത്തിൽ നിന്ന് മാറി അവൾ യേശുവിനെ ആരാധിക്കുവാൻ തുടങ്ങി. She began to worship God. Hallelujah. ഇന്ന് പകൽക്കാലം worship is a way into your miracle. Amen. നിങ്ങൾ ചോദിച്ചു, പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ നടക്കുന്നില്ല. Don't worry. Go into the next place and begin to say, Lord, help me, and begin to worship him. അവനെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ, നന്ദി പറയുവാൻ. Yes. അവനോ മക്കളുടെ അപ്പം എടുത്ത് യേശു പറയുകയാ, അവൾ ആരാധിക്കുകയും ചെയ്തു. അപ്പോഴും യേശു പ്രവർത്തിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. യേശു പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. It's not good for me to take the children's bread and put it to the dogs. Hallelujah. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. സാറാൻഡിയോട് അത് പറഞ്ഞാൽ സാറാൻഡിക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അത് മതി നമുക്ക് ഒഫൻഡ് ആകാൻ, നമുക്ക് ഇടറി പോകാൻ, നമുക്ക് വിഷമം വരാൻ. എന്നാലും ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും ആ വ്യക്തി അങ്ങനെ പറഞ്ഞല്ലോ. യേശു പറയുകയാ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല, നന്നല്ല. It's not good. It's not proper for me to take the children's bread and put it to the dogs. Hallelujah. ഇടറി പോകാം, വിഷമിച്ചു പോകാം, പിൻവാങ്ങാം, നിരാശപ്പെട്ട് നീ അത്ഭുതം എനിക്ക് വേണ്ട എന്ന് പറയാം. പക്ഷെ ഈ മകൾ എന്താ ചെയ്തത്? അതിനവൾ അതേ കർത്താവേ, അവള് കർത്താവിനോട് വാഗ്വാദം ചെയ്യുന്നില്ല. അതേ കർത്താവേ, ഞാന് ഒരു ജാതിക പശ്ചാത്തലത്തിൽ വന്നൊരു വ്യക്തി ആയതുകൊണ്ട് യഹൂദ മക്കളെ പോലെ സീറ്റിൽ കയറി കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എനിക്ക് അങ്ങയോട് വാദിക്കണ്ട. പക്ഷെ എന്റെ ആവശ്യം എന്റെ മകളുടെ സൗഖ്യമാ, വിടുതല, സ്വാതന്ത്ര്യമാ. പിന്നെ അവള് പറയുകയാ, എന്താ അവള് പറയുന്നത്? നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന, യജമാനന്റെ ഉടയവന്റെ മേശയിൽ നിന്ന് അപ്പം കഴിച്ച് നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ മകൾ അവളുടെ ജീവിതത്തിലേക്ക് അത്ഭുതം സ്വീകരിച്ചത്? എങ്ങനെയാണ് ദൈവപ്രവൃത്തി സ്വീകരിച്ചത്? എങ്ങനെയാണ് കർത്താവിന്റെ കരം അവളിലേക്ക് വന്നത്? അവൾ ഇടറിയില്ല, അവൾ വിഷമിച്ചു പോയില്ല, അവൾ പിന്നെ അവിശ്വാസത്തിൽ പിൻവാങ്ങിയില്ല. അവൾ പറഞ്ഞു, അതെ, എനിക്ക് വാദിക്കണ്ട, എങ്കിലും ഒരു നായ്ക്കുട്ടിക്ക് ആ മേശമേൽ വീഴുന്ന നുറുക്കുകൾ കഴിക്കാമല്ലോ. അത്രയും മതി യേശുവേ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിലൂടെ ഹല്ലേലൂയ ജാതിക പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന് ആരായി തീർന്നിരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം 13-ാം വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കൾ ആകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ ഇപ്പോൾ നിങ്ങൾ നായ്ക്കുട്ടികളെ പോലെ ആ ലെവലിലല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ യേശു പറയുകയാണ്, അപ്പോൾ ദൈവ മക്കൾക്ക് മാത്രമല്ല, അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ വിശ്വാസികൾക്ക് മാത്രമല്ല ഈ സൗഖ്യം. അതുകൊണ്ട് തന്നെയാണ് അവിശ്വാസികൾ മീറ്റിംഗിൽ വരുമ്പോൾ അവർക്ക് യേശുവിനെ കുറിച്ച് എട്ടും പൊട്ടും എന്ന് അറിയത്തില്ല. ആ മീറ്റിംഗിൽ വന്നിരിക്കും, പക്ഷെ അവരിലേക്ക് കർത്താവിന്റെ ആ സ്നേഹം, കരുണ, അനുകമ്പ ഒഴുകി അവരെ സൗഖ്യമാക്കും. ഒരു 100 അവിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 20 പേരായിരിക്കും സൗഖ്യമാകുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവ മക്കളാണെങ്കിൽ, ദൈവത്തിന്റെ മകൻ മകളായി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൗഖ്യം പിതാവിന്റെ അപ്പന്റെ അപ്പമാണ്, നിങ്ങളുടെ അവകാശമാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അത് നിങ്ങളുടെയാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ആ വിശ്വാസം നിങ്ങൾ സ്വീകരിച്ചാൽ, ഹല്ലേലൂയ, ആ അപ്പം നിങ്ങൾ കഴിക്കാം, നിങ്ങൾക്ക് തൃപ്തരാം, നിങ്ങൾക്ക് സൗഖ്യമാകാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിടുവിക്കപ്പെടാം. ഒരു നല്ല ആരോഗ്യപരമായ ജീവിതം എല്ലാ മേഖലകളിലും, ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി, എല്ലാ നിലവാരങ്ങളിലും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം ഇവിടുന്ന് വായിക്കാം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിയേ, എങ്ങനെയാ ദൈവം ചലിക്കുന്നത്, എങ്ങനെയാണ് അത്ഭുതം തുറന്നു വരുന്നത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം. എവിടെയാണ് അത്ഭുതം ഒഴുകിയെത്തുന്നത്? നിന്റെ വിശ്വാസം. സ്ത്രീ, നിന്റെ വിശ്വാസം വലുത്. നീ വിശ്വസിച്ചതുപോലെ, നീ ആഗ്രഹിച്ചതുപോലെ, നീ ഇച്ഛിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എത്ര ബ്ലോക്കുകളാണ് യേശു മിണ്ടാതിരുന്നു.
യേശു പ്രതികരിക്കുന്നില്ല. യേശു നിഷേധാത്മകമായി ഈ മകളോട് സംസാരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. നായ്ക്കുട്ടികൾക്ക് എങ്ങനെയാ അപ്പം എടുത്തു കൊടുക്കുന്നത്? പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും ഇവൾ മറികടന്ന് എന്റെ ഭാഷയിൽ അവൾ എന്ത് ചെയ്തു? She made a demand on God's anointing. കർത്താവിന്റെ സൗഖ്യത്തിൽ മിറക്കിളിനെ എന്ത് ചെയ്തു? അവളുടെ സമയത്തിന് മുമ്പേ ജാതികൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചതെല്ലാം തുറന്നു വരേണ്ടതാണ്. പക്ഷേ what did she do? She overtook it. അവളുടെ വിശ്വാസം എന്ത് ചെയ്തു? ഒരു മക്കൾക്ക് അവകാശമുള്ളതിനെ അവളുടെ വിശ്വാസം കൊണ്ട് അവൾ സ്വീകരിച്ചു. Hallelujah. She made a demand on God's power. She made a demand on God's miracle power. Hallelujah. അപ്പോൾ മക്കളായ നമുക്ക്, ഇന്ന് അവിശ്വാസികളായ നിങ്ങൾ ഒരു പ്രതിസന്ധിയിലായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു നല്ലവനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ മെസ്സേജിലൂടെ നിങ്ങളുടെ ഏത് പ്രതിസന്ധികളാണെങ്കിലും, ഏത് മരണകരമായ അവസ്ഥയാണെങ്കിലും, ഏത് വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും, അവിടേക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ യേശു. ഹല്ലേലൂയ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക. ഈ വാക്ക് നിമിത്തം. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. And he said to her, and Jesus said to her, for this statement, നീ പറഞ്ഞ നിന്റെ ഈ വാക്ക് നിമിത്തം, because you made a statement, a declaration of faith about me, എന്നെ കുറിച്ച് നീ പറഞ്ഞ ആ വാക്ക് നിമിത്തം, you may go your way and be. The demon has left your daughter. The demons have left you. ഇന്ന് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് യേശു ആ മകളോട് പറയുക, ആ അമ്മയോട് പറയുക, നിന്റെ വാക്ക് നിമിത്തം, നീ എന്നെ കുറിച്ച് പറഞ്ഞ ആ വാക്കില്ലേ, നീ എന്നെ കുറിച്ച് വിശ്വാസത്തിൽ നിന്ന് പ്രഖ്യാപിച്ച ആ വാക്കില്ലേ, നീ മേക്ക് ചെയ്ത ആ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ആ സ്റ്റേറ്റ്മെന്റ് നിന്റെ അത്ഭുതത്തെ തുറന്നുവിടും. ആ ദുരാത്മ ബാധയെ കട്ടയും, ആ പൈശാചിക മുഖത്തെ തകർക്കും. എന്റെ അത്ഭുത ശക്തി നിനക്ക് വേണ്ടി ഒഴുകി വരും. ആ അഭിഷേകം ചലിക്കും, ആ മുഖം തകരും, ആ ബന്ധനം അഴിയും, നീ സ്വാതന്ത്ര്യം പ്രാപിക്കും. അത് എത്ര കഠിന ഭൂതോദരമാണെങ്കിലും അവൻ തന്നെ സ്വതന്ത്രമാക്കും. He will set you free. Amen. 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 നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയുടെ വചനം കേട്ടു. അത്ഭുതം, സൗഖ്യം, വിടുതൽ, ഹീലിംഗ്, മിറക്കിൾ, ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം is the children's bread. അത് മക്കളുടെ അപ്പം, മക്കളുടെ അവകാശം. അതെങ്ങനെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് കർത്താവേ, ഈ കനാനിയ മകളിലൂടെ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടതിനായി. ബ്ലോക്കുകൾ, പ്രതിസന്ധികൾ, സൈലന്റ് പീരീഡുകൾ, നിഷേധാത്മകമായ അങ്ങനെയുള്ള അവസ്ഥകൾ, അതിനെല്ലാം മറികടന്ന് സമയത്തിന് മുമ്പേ ഒരു ചരിത്രം സൃഷ്ടിച്ച, ബൈബിളിന്റെ താളുകളിൽ പേര് നമ്മളെ ഗുണദോഷിക്കാൻ, പഠിപ്പിക്കുവാൻ, ഇൻസ്ട്രക്ട് ചെയ്യുവാൻ, കർത്താവേ, ഈ മകളുടെ അസാധാരണമായ വിശ്വാസം, അവളുടെ വാക്കുകൾ, ഹല്ലേലൂയ, അങ്ങനെ ഒരു വിശ്വാസം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ ആ വാക്ക് നിമിത്തം, by that statement that you made, go, your daughter is free. നിങ്ങൾ നേരിടുന്ന ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഈ വചനം കേട്ടപ്പോൾ, യേശുവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞപ്പോൾ, അതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പൊങ്ങി വന്ന ആ വിശ്വാസം, അതൊരു വാക്കായി നിങ്ങളൊന്ന് പറയണമേ, യേശുവേ. പൈസയുടെ ഉറവകൾ, സാമ്പത്തിക ഉറവകൾ അടഞ്ഞു കിടക്കുക. ആ കോർട്ടിൽ ഞാൻ ചുറ്റി കേസുകൾ നടക്കുക. പക്ഷേ എന്റെ സാധ്യതകളുടെ മധ്യത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത മന്ത്രിയായ ദൈവമേ, a God who performs miracles. I believe. ഞാൻ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്. എനിക്കൊരു അത്ഭുതത്തിന്റെ പ്രവൃത്തി വേണം, അല്ലെങ്കിൽ എനിക്കൊരു അത്ഭുതത്തിന്റെ ചാലാകണം. എന്നെ അങ്ങ് സ്പർശിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്റെ മുഖം തകരട്ടെ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. This is a miracle moment. എവിടെയാണോ നിങ്ങൾക്കൊരു അത്ഭുതം വേണ്ടത്, എവിടെയാണോ ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, അതൊന്ന് വിശ്വസിക്കുക, നിങ്ങളൊന്ന് സ്വീകരിക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളതൊന്ന് ഏറ്റെടുക്കുക. This is a miracle moment. Somebody say, this is a miracle moment. This is my time for a miracle.